അപ്പോൾ ഞാനും ഷാക്കിർ ബായും കൂടെ ഇവിടെ ഒരു ഇലക്ട്രിക് കെറ്റലുണ്ട്. അപ്പോൾ നാട്ടിലൊരു ഫ്രണ്ട് ബൈക്ക് ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അവന് നല്ലോണം ഉപകാരപ്പെടും തോന്നുന്നുണ്ട്. ഞാൻ ബാക്ക് പാക്കർ ആയതുകൊണ്ട് എനിക്ക് ഇലക്ട്രിക് ആയതുകൊണ്ട് സാധനം അത്ര ഉപകാരപ്പെടില്ല. പകരം ഞാൻ വല്ല ഗ്യാസോ കാര്യങ്ങളോ എടുക്കും. പിന്നെ നാട്ടിൽ നമ്മളെ ചാർജർ വന്നിട്ടോ, ഇന്നോ നാളെ ആയിട്ട് ഞാൻ പൂനെയിലേക്ക് പോകും. പോകുമല്ലോ നമുക്ക്. ഞാനിപ്പോൾ പോകുന്ന വഴിയൊക്കെ കറക്റ്റ് നമ്മളെ നാട്ടിൽ കൂടി പോകുന്ന ഫീലാട്ടോ. ഗോവൻ്റെ ഒരു ഉൾവശമാണത്. മെയിൻ സംഭവങ്ങൾ ബീച്ച്, പബ്ബ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണും. ഇങ്ങനത്തെ ഏരിയകളൊക്കെ കാണൽ കുറവാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഗോവൻ്റെ ഇങ്ങനെയുള്ളൊരു ഉൾവശം. കറക്റ്റ് നമ്മളെ നാട്ടിൽ കൂടെ തന്നെ പോകുന്നൊരു ഫീൽ. ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ള നരിക്കുനി, പാലത്ത്, തിരുവമ്പാടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി പോകണം അതേ ഫീലാണ്. പോലീസ് പിടിക്കാണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഏതാണ് പാലം? ഇതാണ് സിയോളി പാലം. ഗോവയിലെ ഒരു അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള പാലവും. അപ്പോൾ നമ്മൾ ഇറങ്ങി തിവിം സ്റ്റേഷനിൽ തന്നെ എത്തി. നല്ല മലയൊക്കെ തുരന്നുണ്ടാക്കിയൊരു സ്റ്റേഷനാണ്. നമ്മൾ ട്രെയിനിൽ വെച്ച് കണ്ട ആഷിറും ടീമും അവർ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓരേൽ കൊടുക്കാനാണ് വിചാരിച്ചത്. ഏകദേശം എൻ്റെ നാടിൻ്റെ അടുത്താണ്. നമ്മളെ ചെക്കന്മാരെ മിൽഗയ ഗൈസ്. എന്തെറ്റി സാധനം കൊടുക്കാനല്ലേ? ഇതൊക്കെയാണ് വിശേഷം. സെറ്റല്ലേ? അടിച്ചു പൊളിച്ചില്ലേ ഗോവ? ഇതാണ് സംഭവ വികാസം. ഇതിന് വേറെ പാക്കിങ് എനിക്ക് കിട്ടിയില്ല. ഇലക്ട്രിക് കെറ്റലാണ്. 1 മിനിറ്റ് കൊണ്ട് എന്തും ചായയൊക്കെ 50 സെക്കൻഡ് കൊണ്ട് സെറ്റാവും. പക്ഷെ അത് പ്രോബ്ലം വൈസ് ഞാൻ വലിയ കറണ്ട് കണക്ഷൻ ഇല്ലാത്തടത്തേക്കാണ് പോവാം. ഓക്കെ, നിങ്ങൾ കഴിച്ചിക്കോളി. പക്ഷേ ഇയാൾ TT കാണരുത്. 2 or 3 കൊല്ലം തടവുണ്ടാവും. ആ, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാതിരിക്കുക. ആ, അപ്പം എൻ്റെ വീട്ടിൽ കൊടുവള്ളിയിൽ കൊടുക്കുന്നതാണ് ഏൽപ്പിച്ചത്. ഓക്കെ, സെറ്റല്ലേ? കൊത്തിക്കോ. ഞങ്ങൾ പോണ വഴിക്കേ ഒരു അടിപൊളി വീട് കണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഒരു ചെറുതുമാണ്, പക്ഷേ ഭയങ്കര ഒരു ഫീൽ ഗുഡ്. അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വീട്. ഇതിന് മൊത്തം 2 തട്ടാണുള്ളത്. പക്ഷേ ഓരോ തട്ടും കുറച്ച് ചെറുതാണ്. ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഉള്ളിൽ കയറി കാണാൻ ഭയങ്കര ഒരു ഫീൽ ഗുഡ്. നല്ല പുല്ലുകളും കേക്കിലൊരു കുളവും. കുഞ്ഞു വീടാണ്, പക്ഷെ ഭയങ്കര രസമുണ്ട് കാണാൻ. തീരെ സൈസില്ല. അടിപൊളി. അടുത്ത് തന്നെ ഒരു ചർച്ചുണ്ട്. നല്ല രസമുള്ള ചർച്ച്. അടുത്ത് തന്നെ ഒരു ചർച്ചുണ്ട്. നല്ല നീല കളറിലുള്ള അടിപൊളിയായിട്ടുള്ള ചർച്ചാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഇസ്താംബൂളിലൊക്കെ ഉള്ള പോലെ ഒരു കളർഫുൾ വിൻഡോ ഉണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. എനിക്കൊക്കെ ഭാവിയിൽ വീടുണ്ടാക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചുമര അങ്ങനെ ആക്കാനുള്ള പൂതിയുണ്ട്. അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ സൂര്യൻ ഉള്ള സമയത്താണെങ്കിൽ ആ സൈഡിൽ നിന്ന് ഭയങ്കര രസം. ഈ മഴവില്ല് പോലെ ഉണ്ടാവും ഉള്ളിലേക്ക്. നല്ല അടിപൊളി പള്ളി. ഇവിടെ മറ്റേ ദുഃഖവള്ളി സംഭവങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആണിത്. അപ്പോൾ ഷാക്കിർ ബ്രോ അതിലങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. നല്ല പീസ്ഫുള്ളാണ് കേട്ടോ. നോ, അവിടെ ആരില്ലാന്ന് തോന്നുന്നു. നമ്മളെ ടാറ്റു ആർട്ടിസ്റ്റ് രാമേട്ടൻ്റെ ഒരു അടിപൊളി ബൈക്കാണത്. മൂപ്പര് ഓൾ ഇന്ത്യ ട്രിപ്പിന് ഇറങ്ങിയതാണ്. ഈ വണ്ടി കേട്ടോ. ഞങ്ങൾക്ക് ഒന്ന് പോയത് മൊത്തത്തില്ല. നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ നമ്മൾ കെറ്റലൊക്കെ കൊടുത്തു വന്ന്, ഇലക്ട്രിക് കെറ്റലൊക്കെ ട്രെയിനിൽ കൊടുത്തു വന്ന്, റെയിൽവേയിൽ കൊടുത്തു വന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്,
റാം എന്നാണ് പേര്, റാം. അപ്പോൾ റാം ബ്രോ എന്ന് എല്ലാവരും വിളിച്ച് ലാസ്റ്റ് റാംബോ എന്നായി. അപ്പോൾ ആൾ എടപ്പള്ളിയിലാണ്, കൊച്ചിയിൽ. മൂപ്പർക്ക് അവിടെ ഒരു ടാറ്റു സ്റ്റുഡിയോ ഉണ്ട്. ഒലൈക്ക് എന്നാണ് സ്റ്റുഡിയോൻ്റെ പേര്, ടാറ്റു. കൊച്ചിയിലെ എടപ്പള്ളിയിലാണ് അത് ഉള്ളത്. അപ്പോൾ പുള്ളിയുടെ വണ്ടിയാണിത്. ആളൊരു നല്ലൊരു ട്രാവലറാണ്. ഒരു 7-8 പ്രാവശ്യമൊക്കെ ഓൾ ഇന്ത്യ ബൈക്കിലടിച്ച ഒരാളാണ്. അപ്പോൾ മൂപ്പരിപ്പോൾ യാത്ര ചെയ്ത് ലാസ്റ്റ് ഇപ്പോൾ ഗോവയിൽ എത്തിയിട്ടുണ്ട്. നാളെയാണ് ഞാൻ ഇവിടുന്ന് പോവുക പൂനെയിലേക്ക്. അപ്പോൾ മൂപ്പരോടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. ഒരുപാട് വർഷം ടാറ്റു ഫീൽഡിൽ നിന്നിട്ട് ടാറ്റുവിങ്ങിൻ്റെ ഒരു എല്ലാം അറിയുന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പരെ പ്രത്യേകത എന്ന് വെച്ചാൽ മൂപ്പരൊരു പാഷനാണിത്, ഒരു പ്രൊഫഷനല്ല. പ്രൊഫഷണലി മൂപ്പര് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആയുർവേദിക് സ്പാ, കുറേ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടാറ്റുവിങ് കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് വേണമെങ്കിലൊക്കെ ഞാൻ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതാണ്, നമുക്ക് എന്തായാലും മൂപ്പരെ കാണാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് റാം ബ്രോ, നമുക്ക് കാണാം. ഹായ് ബ്രോ, അയ്യോ മൂപ്പര് തിരക്കിലാണ്, ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പാഷനേറ്റ് ആണ്. ഞാനിതുവരെ കാണാതെ കുറേ ടൂൾസൊക്കെ ഉണ്ട്. പിന്നെ ഗ്രനേഡ് പോലൊരു സാധനം അവിടെ ഇതാ, ഇതൊക്കെ എന്തോ അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആണ്. പിന്നെ കുറേ നീഡിൽസ് ഉണ്ട്, സൂചികൾ. പിന്നെ ഇതെന്താ സാധനം? ടിപ്പ് എന്ന് മീൻസ് അതിൻ്റെ എൻഡിങ്ങിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഇങ്ക് ഫില്ല് ചെയ്തിട്ട് പോകും. ഇതിൻ്റെ ഇവിടെയാണ് നീഡിൽ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇതെന്താ ഒരു അടപ്പ് പോലെ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ എടുത്തിട്ട് ആദ്യം ബട്ടർ പേപ്പറിൽ ചെയ്തിട്ട് അത് മേലെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇതാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പോവില്ല. നമ്മൾ എത്ര പ്രാവശ്യം വൈപ്പ് ചെയ്താലും ആ സ്റ്റെൻസിൽ അവിടെ ഇരിക്കും. ഈ ഒരു സ്റ്റെൻസിൽ ഉണ്ടെങ്കിലാണ് ഇതിപ്പോ സ്കിന്നിൽ അടിക്കുമ്പോൾ ഒരു പ്രാവശ്യം അടിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം തെറ്റാൻ പാടില്ലല്ലോ. മിനിമൽ എററിന് വേണ്ടിയിട്ട് ചെയ്യണ കാര്യമാണ്. ഇപ്പോ പാഷൻ ഇതിൽ തന്നെയാണല്ലോ അല്ലേ? മൂപ്പര് ട്രാവൽ ചെയ്തുകൊണ്ട് ഓരോരോ നല്ല ഡെസ്റ്റിനേഷനിലൊക്കെ പോയി അവിടെ വളരെ ഹാർഡ് കോർ ആയിട്ട് ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. റീസണബിൾ പ്രൈസും കൂടാണ്. അപ്പോൾ യൂത്തിനോടൊക്കെ ടാറ്റു ചെയ്യാൻ താല്പര്യമുള്ളവർ മൂപ്പര് എന്തായാലും കോൺടാക്ട് ചെയ്യണം. അപ്പോൾ ടാറ്റുവിങ് അല്ലേ? അപ്പോൾ ഈ ടാറ്റുവിൽ ബ്ലഡിന്റെ വിഷയം, ബ്ലഡ് ഡൊണേഷന്റെ ഒരു വിഷയം എല്ലാവരും പറയുന്നതൊക്കെ, ടാറ്റു അടിച്ച ബ്ലഡ് കൊടുക്കാൻ പറ്റൂല, പ്രശ്നമാണെന്നൊക്കെ. അങ്ങനെയുണ്ടോ? അത് ഓതന്റിക് ആയിട്ട് എനിക്കറിയില്ല. പക്ഷെ എന്റെ ഒരു അറിവില് ടാറ്റു അടിച്ചത് 1 ഇയർ കഴിഞ്ഞ് ബ്ലഡ് കൊടുക്കാന്നാണ്. 1 ഇയർ വരെ കൊടുക്കാൻ പറ്റുക എന്നാണ് ശരിക്കുള്ള റൂൾ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ചില സമയത്ത് ആരും എടുക്കാറില്ല. നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി ഉണ്ടാവുന്നുള്ള പേടിയുണ്ട്. ഓക്കെ, മേല് കുറെ ടാറ്റൂസ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ബ്രോ സ്വന്തം ചെയ്തല്ലേ? ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൈ കൊണ്ട് മറ്റേ കൈയും ഒരു കൈ കൊണ്ട് മറ്റേ കൈയും അങ്ങനെ ചെയ്തു. 2 കൈയും ഒരേപോലെ വർക്ക് ചെയ്യുന്ന ഒരു മാനാണിത്. വരയും വരയ്ക്കും. അപ്പോൾ 2 ബ്രെയിനും ഒരേപോലെ പ്രവർത്തിക്കും. അപ്പോൾ ഇന്റലിജന്റ് ആണെന്നാണ് സയൻസ് പറയുന്നത്. ബ്രോക്ക് എന്ത് തോന്നുന്നു? അയ്യോ, അത്ര അപ്പൊ എന്തൊക്കെയാണിത്? ഇതിപ്പോ എന്റെ ടാറ്റു എന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ ബൈക്ക് ഓടിക്കല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതൊരു ത്രോട്ടിലിനെ ഇത് ഇങ്ങനെയാണ്. അപ്പൊ നോർമൽ പൊസിഷനിൽ ത്രോട്ടിലിരിക്കുമ്പോൾ ഞാൻ സാധാ വെച്ചു, പിന്നെ ത്രോട്ടിൽ തിരിക്കുമ്പോൾ ഒരു സൂപ്പർ വെച്ചു ആവുന്നതാണ്. ഒരൊച്ചല്ലേ ഹെൽമെറ്റ്? ഇത് ഒരു കാർട്ടൂൺ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നില്ലേ? നോർമലി അത് റേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇത് സാധാ പാവം, ഇത് മോൺസ്റ്റർ ഫുൾ ത്രോട്ട്. അടിപൊളി. പിന്നെ ഇതൊരു എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീനെ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് എന്താ പറയാ, ഒരുപാട് വലിക്കും, സ്മോക്ക് ചെയ്യും. അപ്പോൾ അത് എന്താ പറയാ, എന്നെ ടാറ്റു ആർട്ടിലേക്ക് ഇൻസ്പയർ ചെയ്ത് പുള്ളിക്കാരിയാണ്. അപ്പോൾ ആ പുള്ളിക്കാരിനെ ഓർമ്മയ്ക്കായിട്ട് സ്മോക്ക് ചെയ്യണ ഒരു ക്ലിപ്സും ഒരു പുള്ളിക്കാരിക്ക് ഇതേമാതിരി ഒരു അങ്ങനെ ഒരു ഇതും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബൈക്കാണ് എന്റെ വൺ ഓഫ് മൈ പാഷൻസ്, ബൈക്കിംഗ്, ട്രാവലിംഗ്. അപ്പോൾ ഇതൊരു ബേൺ ഔട്ടാണ്. അപ്പോൾ ആ പുകയിലൊരു ബേൺ ഔട്ട്, ഒരു ബൈക്കുകാരൻ ബേൺ ഔട്ട് ചെയ്യണാണ്, ടയർ ബേൺ ഔട്ട് ചെയ്യണത്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ട്രാവൽ ചെയ്യണത്, ഇത് എൻ്റെ ഒരു പഴയ ബൈക്ക് ഗ്യാങ്ങിന്റെ കോളേജിൽ പഠിക്കുമ്പോൾ അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു അതിന്റെ നമ്പർ, എന്റെ പഴയ ബൈക്കിന്റെ നമ്പറും എന്റെ പഴയ ബൈക്കിന്റെ. അതിന് പോണത് ഒരു വണ്ടർലസ്റ്റിലേക്കാണ്. അതൊരു ഹെൽമെറ്റിന്റെ അകത്ത്. പിന്നെ ഇത് ഒരു കേടായി പോയ ഒരു ആർട്ടിസ്റ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു ഫെയ്ഡ് അവേ ഫേസ് ആണ്. പിന്നെ ഇത് എൻ്റെ ഒരു എന്താ പറയാ, ഫാമിലി ഡിനോട്ട് ചെയ്തിട്ടുള്ള 3 ഒരു ലൈൻ, ട്രൈബൽ ലൈനും. അത് കുറച്ച് പേഴ്സണൽ
എന്താ പറയുക ലൈക്ക് ഫുൾ മൂൺ ഒരു പെൺകുട്ടി, അപ്പോൾ പെൺകുട്ടി ഒരു ലയൺ അഡ്മയർ ചെയ്തിരിക്കുന്നത്. ഒരു സിംഹം ഉണ്ടല്ലോ അതിന്റെ അടുത്ത്. അപ്പൊ വലം കൈയിൽ ഫാമിലിയും ലൈഫും മൊത്തം അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ബൈക്കിന്റെ ഗിയർ ഷിഫ്റ്റ് ആണ്. 1 down all 1 2 3 4 5. പിന്നെ അതൊരു ഏഞ്ചൽ ടു പ്രൊട്ടക്ട് മീ ഫ്രം ഓൾ ദി ബാഡ്സ്. ശിവന്റെ ഒരു ഫീലും ഉണ്ട്, കൂടെ ഒരു ഗേൾ അല്ലേ. അതിൽ സ്കൈ ഉണ്ട്, പിന്നെന്താ റോസസ് ഉണ്ട്. മൊത്തത്തിലുള്ള ഒരു അടിപൊളിയാണല്ലേ. ഒരു എന്നോട് സ്നേഹമുള്ള ഒരു ആർട്ടിസ്റ്റ് വരച്ചെന്ന പിക്ചറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു 16 years old ആണ്. ടാറ്റു എത്ര കാലം നിൽക്കും ഒരാളെ? ലൈഫ് ടൈം. അത് പോവില്ല. അപ്പൊ അത് റിമൂവ് ചെയ്യുകയാണെങ്കിലോ ജസ്റ്റ് ഒരു അടയാളം അതിന്റെ ഉണ്ടാവില്ലേ? കേട്ടത് ഞാൻ, എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ പറയുന്നത് ഇതിപ്പോ റിമൂവ് ചെയ്താലും ഇതിന്റെ ഒരു വൈറ്റ് ഷെയ്ഡ് ഇവിടെ തന്നെ ഉണ്ടാവുന്നത്. അങ്ങനെ ടാറ്റുവിങ് ഒരു പേഴ്സണാലിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഗോവ മൊത്തം കറങ്ങിയ സമയത്തും അതിലൊരുപാട് ആളുകൾ പല ടൈപ്പ് ഓഫ് ടാറ്റുകളുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ ടാറ്റു ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ പേഴ്സണലായിട്ട് ഡിസൈൻ എനിക്ക് ഇഷ്ടമുള്ളത് ഈ മമോവൻ ട്രൈബ് എന്ന് പറഞ്ഞിട്ട് ഈ ജെയ്സൺ മമോവ, പിന്നെ ഈ റെസ്ലിങ്ങിലെ ഈ റോക്ക്, അവരൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. അത് കുറച്ച് അടിപൊളിയായിട്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഇത്രയും ഡീറ്റെയിൽസ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഏതായാലും അടിപൊളിയായി കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും, എനിക്കും പേഴ്സണലി. അപ്പോൾ ഏതായാലും കാണാം ബ്രോ. സീ യു, ബൈ, പീസ്.